നമസ്കാരം. കുറച്ച് ഇടവേള വന്നു ഈ യൂട്യൂബ് പ്രോഗ്രാം ചെയ്യുന്നതിൽ. അതിനുള്ള പ്രധാന കാരണം ഒന്ന് പേഴ്സണലാണ്, എൻ്റെ ആരോഗ്യ പ്രശ്നമാണ്. രണ്ടാമത് എനിക്ക് ജ്യോതിശാസ്ത്രം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു മേഖല കൂടെ ഉണ്ട്. 10-25 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ എൻഗേജ്ഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് രത്നശാസ്ത്രം, അതായത് ജമോളജി, കല്ലുകൾ സംബന്ധമായിട്ടുള്ള, പ്രഷ്യസ് സ്റ്റോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ. അത് കോഴിക്കോട് ഓൾറെഡി ഉണ്ട്. എന്നാൽ ഇപ്പോൾ തളി ക്ഷേത്രത്തിന് സമീപമായിട്ട് ഒരു ചെറിയ സ്ഥാപനം, പേര് ജമ്മാശ്രം, തുടങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെ മകൻ ഈ ഒരു ഫീൽഡിൽ വളരെ പഠിച്ച ഒരു ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി തളി ക്ഷേത്രത്തിന് സമീപം ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ആ വർക്ക് കൂടി വന്നതുകൊണ്ടാണ് യൂട്യൂബ് ചെയ്യാൻ കുറച്ച് ഡിലേ വന്നത്. ഏതായാലും ഇന്ന് ഞാൻ അസ്ട്രോളജിയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം, അതായത് 3 ദുസ്ഥാനങ്ങളെപ്പറ്റി നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അസ്ട്രോളജിയിൽ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ് ഈ 3 ദുസ്ഥാനങ്ങൾ. 3ൻ്റെ കൂടെ 3 ദുസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ 6, 8, 12 ഭാവങ്ങളാണ്. ഇതാണ് ദുസ്ഥാനങ്ങൾ. ഒപ്പം ഒരു ചെറിയ തോതിലുള്ള ദുസ്ഥാനമാണ് 3. ഇങ്ങനെ 4 ഭാവങ്ങളാണ് അസ്ട്രോളജിയിൽ നമ്മൾ പ്രധാനമായിട്ടും ദോഷഭാവങ്ങൾ എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ദോഷഭാവങ്ങളല്ല. അത് നമുക്ക് ഒരു പ്യൂരിഫിക്കേഷൻ, നമ്മളെ ജീവിതത്തിൽ പല കാര്യങ്ങളും അറിഞ്ഞ് അതിനെ അഭിമുഖീകരിച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ എനർജി ഉണ്ടാകണം, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ദുസ്ഥാനങ്ങൾ ഈ ജ്യോതിഷത്തിൽ വരുന്നത്. എങ്ങനെ നമ്മൾ ഈ ദുസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യുന്നു, ആ കൈകാര്യം ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടമുണ്ടാകുന്നത്. ആദ്യം നമുക്ക് സംസാരിക്കാം 6ാം ഭാവം, 6th ഹൗസ്. അത് യഥാർത്ഥത്തിൽ രോഗങ്ങൾ, കടം, ശത്രുക്കൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മുടെ ഡെയിലി റൂട്ടീൻസ്, സേവന രംഗങ്ങൾ, നമ്മുടെ കീഴ്ജീവനക്കാർ, ഇതൊക്കെ നമ്മൾ പറയുക 6ാം ഭാവം കൊണ്ടാണ്. ഈ 6ാം ഭാവത്തിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ ആ 6ാം ഭാവത്തിനോട് നമുക്ക് ആ പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയണം. എന്നാലേ നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകൂ. അതാണ് 6ാം ഭാവം കൊണ്ട് പ്യൂരിഫിക്കേഷനാണ്, മെൻ്റൽ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ 6ാം ഭാവം വരുന്നത്. അതുപോലെ തന്നെ അഷ്ടമം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്, സഡൻ ചേഞ്ചുകളാണ്. അഷ്ടമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അറിയാത്ത ആപത്തുകൾ വരിക. ആ ആപത്തുകൾ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠനം, അതിനെ പറ്റിയിട്ടുള്ള അതെങ്ങനെ കൈകാര്യം ചെയ്യുക, ഇതൊക്കെ അഷ്ടമം കൊണ്ടാണ് പറയുക. അതുപോലെ തന്നെ അസുഖം, 6ാം ഭാവത്തിൻ്റെ അസുഖവും 8ാം ഭാവത്തിൻ്റെ അസുഖവും രണ്ടും വ്യത്യസ്തമാണ്. ഒന്ന് നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അഷ്ടമത്തിൻ്റെത് നിഗൂഢമായിരിക്കും, പക്ഷേ അസുഖം വളരെ സീരിയസുമായിരിക്കും. അങ്ങനെ
ഉള്ള ഒരു വ്യത്യാസം 6-നും 8-നുമുണ്ട്. 8 എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നിഗൂഢതയുടെ റിസർച്ച്, നമുക്ക് കാണാത്ത കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും റിസർച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാവമാണ് അഷ്ടമം. അപ്പോൾ ഈ അഷ്ടമം ഭാവവും നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പഠിച്ചാൽ നമുക്ക് കൂടുതൽ മാനസികമായ ശക്തി വരും, കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക ശക്തി നമ്മളിൽ വരും. അത് മാത്രമല്ല, പ്യൂരിഫിക്കേഷൻ വരും. നമ്മളെ സ്വഭാവങ്ങളിലെല്ലാം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഇത് 2 കഴിഞ്ഞാൽ 3-ാമത്തെ സ്ഥാനമാണ് 12. അതൊരു ഐസൊലേഷനാണ്, അവിടെ ഏകാന്തതയാണ് ആ ഭാവം. ഈ നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവും, ലോസ്, നഷ്ടങ്ങൾ, അതുപോലെ തന്നെ ആസ്പത്രിയിൽ ഹോസ്പിറ്റലൈസേഷൻ, അല്ലെങ്കിൽ ഈവൻ ജയിൽ ജീവിതം. ഇതിൻ്റെ എല്ലാം ഉപരിയായിട്ട് ഐസൊലേഷൻ എന്നുള്ളതിൽ നമുക്ക് വിദേശ യാത്ര, വിദേശത്ത് നിന്നുള്ള ജോലി, വിദേശത്ത് നിന്നുള്ള സമ്പാദ്യം, ഇതുകൂടി ഈ 12-ാം ഭാവം കൊണ്ട് പറയും. ഇതെല്ലാം ഈ 12-ാം ഭാവത്തിൻ്റെ ഏറ്റവും അവസാനം വരുന്നത് മോക്ഷമാണ്. 6-ഉം 8-ഉം 12-ഉം ഇതൊക്കെ നമുക്ക് തരുന്ന പാഠങ്ങളിൽ കൂടി അതൊക്കെ പഠിച്ച് അതിനെല്ലാം നമ്മൾ മാന്യമായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം എന്ന ഒരവസ്ഥയിലേക്ക് പോകാം. അതാണ് 12-ാം ഭാവം. ലാസ്റ്റിൽ അത് മോക്ഷത്തിൻ്റെ ഭാവം കൂടി ആണ്. അപ്പോൾ ഈ ഒരു ഭാവങ്ങൾ നമ്മുടെ ഗ്രഹങ്ങൾ 6-ൽ നിന്നാൽ പലർക്കും പറയും, മൈ ഗോഡ്, എല്ലാ ഗ്രഹങ്ങളും 6-ലാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ 6-ലാണ് എന്ന് പറയും. കാരണം രോഗത്തിൻ്റെ അല്ലെങ്കിൽ കടത്തിൻ്റെ ശത്രുക്കൾ സ്ഥാനമാണല്ലോ അത്. പക്ഷെ ആ ഒരു ഗ്രഹം അവിടെ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾ ശത്രുക്കളെ, എങ്ങനെ നമ്മുടെ കടങ്ങളെ, എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങളെ നേരിടും എന്ന് നമുക്ക് പഠിക്കാനുള്ളൊരവസരമാണ് കിട്ടുന്നത്. 6-ൽ 1-2 ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നത് സേവന രംഗങ്ങളിൽ അവർ വളരെയധികം കഴിവുള്ളവരായിരിക്കും. ഹീലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 6-ലെ ഗ്രഹങ്ങൾ നോക്കിയിട്ടാണ്. ഈവൻ ചെറിയ നമ്മുടെ പ്രൊഫഷൻ കൂടി. ഇപ്പോൾ ഒരു ഡോക്ടർക്ക് നല്ലൊരു ഡോക്ടർ ആകണമെങ്കിൽ 6-മായിട്ട് അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ ഡോക്ടർ പ്രൊഫഷൻ 6-ാം ഭാവവുമായിട്ട് ബന്ധം വന്നാൽ മാത്രമാണ് രോഗികളോട് നന്നായിട്ട് പെരുമാറാനും സേവനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവും. ഈ സേവനം എന്ന് പറയുന്നത് അതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് മോക്ഷത്തിലേക്കാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊണാറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ ഒരു ലക്ഷ്യം ഉണ്ട്, മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്, അത് മോക്ഷമാണ്. അതാണ് 6-ാം ഭാവം. അതുപോലെ തന്നെ അഷ്ടമവും അതാണ്. നമുക്ക് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ വരും, സംഭവിക്കും. ഗുണപരമായിട്ടും ദോഷകരമായിട്ടുമുള്ള പല സംഭവങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പക്ഷെ അവിടെ നമ്മൾ നേരിടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം അവിടെ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പം അതിനുള്ള ശക്തി നമുക്കുണ്ടാകണം. ആ ശക്തി നമ്മൾ ഉപയോഗിച്ച് അതിനെ നേരിടുമ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരു പുതിയ ഉണർവ്, ഒരു പുതിയ അറിവ് എല്ലാം നമുക്കുണ്ടാകും. അതെല്ലാം ഈ നമ്മുടെ മോക്ഷത്തിലേക്കുള്ള വഴിയിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് 12 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. പല പ്രശ്നങ്ങളും ഉണ്ടാകും, ഐസൊലേഷനാണ്, ചെലവ് കൂടും, നഷ്ടങ്ങളുണ്ടാകും. എന്നാലും അവിടെയും നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ആ ഒരു മേഖലയിൽ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചാൽ നമുക്കവിടെ മോക്ഷമാണ് കിട്ടുന്നത്. അപ്പം അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ 3, 6, 8, 12 ഈ 3
ഭാവങ്ങൾ ദുസ്ഥാനങ്ങളാണെങ്കിലും അത് നമുക്ക് ഒരു വലിയ പഠിക്കാനുള്ള അവസരം തരുന്ന ഭാവങ്ങളാണ്. അതിൽ കൂടിയാണ് നമ്മളെ ജീവിതം കൂടുതൽ കരുത്ത് ഉണ്ടാക്കാൻ കഴിയുക. ഈ 6 എന്ന ഭാവം, അത് 6-ാം ഭാവാധിപൻ 6-ലോ 8-ലോ 12-ലോ നിന്നാൽ അതൊരു വിപരീത രാജയോഗമാണ്. ആ വിപരീത രാജയോഗം നമുക്ക് ശത്രുക്കളെ നിയന്ത്രിക്കാൻ പറ്റും, അതിജീവിക്കാൻ പറ്റും, കടങ്ങൾ ഇല്ലാതാകും. ഇങ്ങനെയുള്ള ഒരുപാട് നമുക്ക് മാനേജ്മെന്റിലുള്ള അറിവ് കൂടും. ഇതൊക്കെ 6-ാം ഭാവാധിപൻ ദുസ്ഥാനാധിപനാണെങ്കിലും മറ്റ് ദുസ്ഥാനങ്ങളിലും 6-ലോ അല്ലെങ്കിൽ മറ്റ് ദുസ്ഥാനങ്ങളിലോ നിന്നാൽ അത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെയാണ് അഷ്ടമാധിപൻ അഷ്ടമത്തിലോ അല്ലെങ്കിൽ 6-ലോ 12-ലോ നിന്നാൽ അതും ഒരു വിപരീത രാജയോഗമാണ്. നമുക്ക് അപ്രതീക്ഷിതമായ കാര്യങ്ങളിൽ കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് അസുഖങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. ഇതൊക്കെ നമ്മുടെ കർമ്മങ്ങളിൽ കൂടിയാണ് നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ 12-ാം ഭാവാധിപനും 12-ലോ 6-ലോ 8-ലോ നിന്നാൽ അതൊരു വിപരീത രാജയോഗമാണ്. അങ്ങനെ വരുന്ന ആൾക്കാർക്കും ജീവിതത്തിൽ നമ്മളെല്ലാം നഷ്ടപ്പെട്ട് കടത്തിൽ മുങ്ങിപ്പോയി എന്ന ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് എല്ലാ കടങ്ങളും വീട്ടി രോഗങ്ങളില്ലാതായി ധനപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതെല്ലാം ഈ വിപരീത രാജയോഗം, ഒരു ദുസ്ഥാനാധിപൻ മറ്റൊരു ദുസ്ഥാനത്ത് നിന്നാൽ അത് പോസിറ്റീവായിട്ട്, അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വരും. 12-ാം ഭാവാധിപൻ 12-ൽ അല്ലെങ്കിൽ 6-ൽ അല്ലെങ്കിൽ 8-ൽ നിന്നാൽ അതൊരു വിപരീത രാജയോഗമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ 3 ദുസ്ഥാനങ്ങൾ കൊണ്ട് പറയുന്നതാണ്. 3 ദുസ്ഥാനങ്ങളിൽ ഗ്രഹങ്ങൾ വന്നാൽ പലർക്കും ഭയം ഉണ്ടാകും. ആക്ച്വലി ഭയപ്പെടേണ്ടതില്ല. അത് നമുക്കൊരു സൂചനയാണ് തരുന്നത്. ഇന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കൊണ്ടുപോയാൽ, നമ്മളെ ആക്ടിവിറ്റീസ് കൊണ്ടുപോയാൽ ഈ ദുസ്ഥാനങ്ങളുടെ ദോഷഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. മറ്റൊരു ചെറിയൊരു വഴി ഞാൻ നിങ്ങളോട് പങ്കിടാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഒരു വഴി കൂടി ഉണ്ട്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഒരു വഴി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മറ്റൊരു വഴിയും വേണ്ട, അതിൽ കൂടി തന്നെ നിങ്ങൾക്ക് ജീവിതം വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പം നിങ്ങളെ ഒരു ജാതകത്തിൽ ഇങ്ങനെ കുറേ ഗ്രഹങ്ങൾ ദുസ്ഥാനങ്ങൾ നിൽക്കുന്നുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ജാതകത്തിൽ 9-ാം ഭാവാധിപനെ നമ്മൾ പ്രധാനമായിട്ടും എടുക്കുക. 9-ാം ഭാവാധിപൻ, അത് ഓരോ ജാതകത്തിലും ഓരോ 9-ാം ഭാവം ചിലപ്പോൾ ബുധനായിരിക്കും ഭാവാധിപൻ, അല്ലെങ്കിൽ വ്യാഴമായിരിക്കും ഭാവാധിപൻ, അല്ലെങ്കിൽ ശനിയായിരിക്കും ഭാവാധിപൻ. അപ്പോൾ ആരാണോ 9-ാം ഭാവാധിപൻ, ആ 9-ാം ഭാവം നമ്മുടെ ഒരു ലഗ്നമാക്കി മാറ്റിയെടുക്കണം നമ്മൾ. എന്നുവെച്ചാൽ നമ്മളെല്ലാ കാര്യങ്ങളും 9-ാം ഭാവാധിപൻ്റെ അനുഗ്രഹവും 9-ാം ഭാവാധിപൻ്റെ അത് ആരാധിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. 9-ാം ഭാവാധിപനെ സേവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് അത് നമ്മളെ ലഗ്നമാക്കി മാറ്റിയാൽ 9-ാം അത് സൂര്യനാണെങ്കിൽ ശിവനെയാകാം, അല്ലെങ്കിൽ മാഴ്സ് ആണെങ്കിൽ സുബ്രഹ്മണ്യനാകാം, അല്ലെങ്കിൽ വ്യാഴമാണെങ്കിൽ വിഷ്ണു ആകാം, ശനിയാണെങ്കിൽ ശിവനാകാം. 9-ാം ഭാവാധിപൻ അത് ആരാണോ ആ ഒരു മൂർത്തിയെ
വളരെ ശക്തമായിട്ട് നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അഷ്ടമത്തിലും 6ഉം 8ഉം 12ഉം 4 സ്ഥാനങ്ങളാണ് ദോഷമായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് അനുകൂലമായ സ്ഥാനങ്ങളായിട്ട് മാറും. 9ാം ഭാവമായിരിക്കും പിന്നെ നമ്മൾ ലഗ്നമായിട്ട് വരിക. അപ്പോൾ 9ാം ഭാവം ലഗ്നമായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 9ാം ഭാവം ലഗ്നമായിട്ട് വരുമ്പോൾ നമ്മുടെ 12ാം ഭാവം, ഒറിജിനലുള്ള 12ാം ഭാവം അത് 4ാം ഭാവമായിട്ട് മാറും. അത് സുഖസ്ഥാനമായിട്ടാണ് പിന്നെ വരുന്നത്. അതുപോലെ തന്നെ 3ാം ഭാവം അത് 7ാം ഭാവമായിട്ടാണ് പിന്നെ മാറുക. നമ്മളെ കല്യാണം, സന്തോഷമൊക്കെയാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ 6ാം ഭാവം മാറി വരിക 10ാം ഭാവമായിട്ടാണ് മാറി വരിക. അത് നമ്മൾ 9ാം ഭാവാധിപനെ നമ്മൾ ലഗ്നമാക്കി എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ മാറ്റം വരുന്നത്. അപ്പോൾ 6ാം ഭാവം കർമ്മഭാവമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഭാവങ്ങളായിട്ടാണ് പിന്നെ വരുന്നത്. അത് അവസാനം അഷ്ടമം എന്നുള്ളത് അത് മോക്ഷത്തിൻ്റെ ഭാവമായിട്ടും വരും. അത് നമുക്ക് പ്രശ്നമായിട്ടല്ല വരും, അത് മോക്ഷത്തിന് ഉള്ളൊരു ഭാവമായിട്ടും വരും. അങ്ങനെ നമുക്ക് ഈ ദുസ്ഥാനങ്ങളെ അതിജീവിക്കാനുള്ള ഒരു വഴി കൂടി ഉണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ 9ാം ഭാവാധിപൻ നമ്മുടെ ജാതകത്തിൽ കുറേ ഗ്രഹങ്ങൾ ദുസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 9ാം ഭാവാധിപനെ ലഗ്നാധിപനാക്കി മാറ്റിയിട്ട് അതിനെ പ്രീതിപ്പെടുത്തുക, ശക്തമായ പ്രീതിപ്പെടുത്തൽ. അങ്ങനെ പ്രീതിപ്പെടുത്തിയാൽ നമ്മൾ ഈ പറയുന്ന 6ാം ഭാവവും എല്ലാം മാറി അതൊക്കെ കേന്ദ്രഭാവങ്ങളായിട്ടെല്ലാം വരും, നമുക്ക് ഗുണകരമായിട്ട് വരും. അത് നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഭാവങ്ങളായിട്ട് മാറും. അതിൽ മാറ്റം വരുന്നത് അഷ്ടമം മാത്രം, അത് മോക്ഷഭാവമായിട്ടും മാറും. ഇതാണ് ഒരു വഴി. ഈ ദുസ്ഥാനങ്ങൾ നമുക്ക് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വഴി കൂടിയാണ് ഇത്. നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. അതിൽ കൂടി നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവനും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഞാൻ കൂടുതലായി പറയുന്നില്ല, തൽക്കാലം ഇത്രമാത്രം. ശരി.